നമസ്കാരം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. കുറേ പേർക്ക് സംശയം കാണും, കോച്ചിങ്ങിന് പോയാലേ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സ്വയം സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് പറ്റത്തില്ലേ എന്നൊക്കെയുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങൾ 100% എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% വിജയമുണ്ടായിരിക്കും, 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കുള്ള സമയം വളരെ കുറവാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. മെയ് മാസം 19 ഇന്ന് ഡേറ്റ്. മെയ് മാസം 19. ഓഗസ്റ്റിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് PSC ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ നടത്തുമെന്ന് പറയുന്നത്. അതിൽ ഓഗസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസം തന്നെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റിൽ ഏതൊക്കെ എക്സാമാണ് നമുക്ക് പറയാൻ കഴിയത്തില്ല. ചിലപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ടാവാം, ചിലപ്പോൾ SI എക്സാം ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് ഡിഗ്രി ലെവൽ പോസ്റ്റുകളുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് അവർ 2 മാസത്തിനുള്ളിൽ PSC നടത്തി തീർക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. PSC പറഞ്ഞ ഡേറ്റുകളിൽ തന്നെ എക്സാം നടത്താറുണ്ട്. ഒരുപാട് ലാഗ് ആകത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കയ്യിൽ 3 മാസമാണ് കറക്റ്റ് ഉള്ളത്. 3 മാസത്തിൽ ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഇടേണ്ട എഫേർട്ട് എന്ന് പറയും നിങ്ങളുടെ മാക്സിമം. നിങ്ങൾക്ക് എത്ര പറ്റുമോ അതിൻ്റെ മാക്സിമം. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കേണ്ട. കോച്ചിങ്ങിന് പോകുന്നവർ പൊക്കോട്ടെ, അവർ 16 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ. നിങ്ങളിടേണ്ടത് നിങ്ങളുടെ മാക്സിമമാണ്. അപ്പോൾ എങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ഒരു മണിക്കൂർ ഒരു ദിവസം പഠിച്ചെന്ന് കരുതി നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് ഒരിക്കലും ഡിഗ്രി ലെവൽ മെയിൻസ് ക്രാക്ക് ചെയ്യാനായിട്ടും കഴിയത്തില്ല. ഈ 3 മാസം നിങ്ങൾ പഠിക്കേണ്ടത് കുറഞ്ഞത് ഒരു 5 മണിക്കൂർ സമയം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പല കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണും. ഈ 5 മണിക്കൂർ നിങ്ങൾക്കിഷ്ടമുള്ള സമയങ്ങളിൽ കണ്ടെത്തുക. അത് നമുക്ക് പറയാൻ പറ്റും. 5 മണിക്കൂർ നിങ്ങൾ രാവിലെ പഠിക്കണം, ഉച്ചയ്ക്ക് പഠിക്കണം, വൈകിട്ട് പഠിക്കണം, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും 5 മണിക്കൂർ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ടൈമിൽ നിന്നും കണ്ടെത്തുക. രാവിലെ 1 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു വീട്ടിലിരുന്ന് പഠിക്കുന്നവരെന്ന് പറയുമ്പോൾ മിക്കവാറും വീട്ടമ്മമാരായിരിക്കാം, ജോലിക്ക് പോയി പഠിക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തൊരു 5 മണിക്കൂർ. ഇനി അതല്ല, ഇതിനു വേണ്ടി മാത്രം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയങ്ങളിൽ തന്നെ 5 മണിക്കൂർ കണ്ടെത്താനായിട്ട് കഴിയും. ഈ 5 മണിക്കൂറിൽ 3 മാസം കൊണ്ട് ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സിലബസ് കവർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മാർട്ട് വർക്ക് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, സിലബസിലെ ഭാഗങ്ങളെന്ന് പറയുന്നത് GK എന്ന് പറയുന്നൊരു പോർഷനുണ്ട്. ഈ GK ഒരു പോർഷനിൽ തന്നെ സ്റ്റക്ക് ആവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ച സമയമെടുക്കുക. ആദ്യത്തെ ദിവസം ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക. ഹിസ്റ്ററിയും ജോഗ്രഫിയും വായിക്കുക. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാതെ ജസ്റ്റ് ആദ്യം ഒന്ന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതാണ്, സിലബസ് തീർക്കാൻ വേണ്ടി ആദ്യ തവണ ഒന്ന് വായിച്ച് വിടുക. പിറ്റേ ആഴ്ച അതെടുത്ത് റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വായിച്ചാലും മതി. GK ടോപ്പിക്കുകളുടെ കാര്യമാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പഠിക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. SCERT എന്ന് പറയുന്ന കാര്യവും ഒഴിവാക്കാനായിട്ടും പറ്റത്തില്ല. ഇനി ഇതെല്ലാം കൂടെ ഒരു ദിവസം പറ്റാത്തവരാണെങ്കിൽ ആദ്യത്തെ 2 ദിവസം മാത്സ്, ഇംഗ്ലീഷ് നോക്കുക. അടുത്ത ദിവസം എന്ത് നോക്കുക, മലയാളം SCERT നോക്കുക. അങ്ങനെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിടവിട്ട് കമ്പൈൻ ചെയ്ത് നോക്കാം. GK ഡെയിലി പഠിച്ച് പോവുക. ഹിസ്റ്ററി, ജോഗ്രഫി ഇന്ന് പഠിച്ചെങ്കിൽ അടുത്ത ദിവസം അത് പഠിക്കാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും എടുക്കുക. എക്കണോമിക്സ് എടുക്കുക. അതിൻ്റെ അടുത്ത ദിവസം അഡ്മിനിസ്ട്രേഷൻ, കേരള അഡ്മിനിസ്ട്രേഷനും ബയോളജി എടുക്കുക. ഇങ്ങനെ പോയിട്ട് ഒരാഴ്ച ആകുമ്പം സിലബസിലെ GK പോർഷനൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നിങ്ങൾ ചാർട്ട് ചെയ്യണം. എന്നിട്ട് ആ ഒരു സൺഡേ, ഒരു വീക്കെൻഡിൽ വല്ലതും നിങ്ങൾ റിവിഷൻ ചെയ്യണം. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് തന്നെയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കി. ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കേണ്ട. കാരണം ചിലപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ച് മാർക്ക് കുറവാകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം പോകും. അപ്പോൾ ഒരു 2 മാസം ഏകദേശം സിലബസൊക്കെ ഒന്ന് കവർ ആവാറാകുമ്പോഴത്തേനും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ശീലിച്ചാൽ മതി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ SCERT നിങ്ങൾ ഡിഗ്രി ലെവലിന് പഠിക്കണം. അതുപോലെ +1 +2 ടെക്സ്റ്റ് ബുക്കുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രി ലെവൽ മെയിൻസിന് തയ്യാറെടുക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ്ങിന് പോയാലേ ഈ ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇല്ല. അതിനാരും എഫേർട്ട് ഇടാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് വിജയകഥകൾ. നിങ്ങൾക്ക് നാളെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോവാതെ
സെൽഫ് സ്റ്റഡിയിലൂടെ ഒരു ഡിഗ്രി മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറയാം. നാളെ ഞാനത് പറയും. എല്ലാവരുടെയും ധാരണ കോച്ചിങ്ങിന് പോയാലേ ഡിഗ്രി ലെവലൊക്കെ സെറ്റ് ആവത്തുള്ളൂ, വെറുതെ വീട്ടിൽ ഇരുന്ന് പഠിക്കണ്ട എന്ന് പറഞ്ഞ് കുറേ ടൈം കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കോച്ചിങ്ങിൽ പോകുന്നവർ വരെ ഉണ്ട്. നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് നോക്കൂ. നാളെ നിങ്ങൾക്കും പറയാൻ പറ്റും ഞാൻ സെൽഫ് സ്റ്റഡിയിലൂടെ ഇത് നേടിയെന്ന് പറയാനായിട്ടും പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ ക്യാപ്പബിളായിട്ട് എനിക്ക് പറ്റും എന്ന് ഉറപ്പുള്ളവർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത നിങ്ങളുടെ സ്വപ്ന ജോലിയായ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, SI, സ്പെഷ്യൽ ബ്രാഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ നൽകുന്നുണ്ട്. കമ്പനി ബോർഡ് LGS ലക്ഷ്യമാക്കി പഠിക്കുന്നവരാണെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്